നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ചെന്നൈ എയർപോർട്ടിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 65 വയസ്സാണ്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ക്ലിനിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ കാലാവധിയുണ്ട്. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടി നൽകും. 50,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 15. പോർട്ട് അതോറിറ്റിയിൽ ഒഴിവുകളുണ്ട്. പോർട്ട് അതോറിറ്റിയിൽ അക്കൌണ്ട്സ് ഓഫീസർ തസ്തികയിലാണ് ഒഴിവുകളുള്ളത്. കൊച്ചി, ചെന്നൈ, മോർമുഗാവ്, മുംബൈ, ന്യൂ മാംഗ്ലൂർ, വിഒ, ചിദംബരം പോർട്ടുകളിലാണ് ഒഴിവുകളുള്ളത്. ആകെ 12 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 30 വയസ്സ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 50,000 രൂപ ശമ്പളം ലഭിക്കും. ജനുവരി 18-നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നോക്കുക. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ അസിസ്റ്റന്റുമാരുടെ ഫയർ സർവീസസ് നിയമനത്തിനു വേണ്ടിയുള്ള അപേക്ഷാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള 89 ഒഴിവുകൾ നികത്താനാണ് ഈ റിക്രൂട്ട്മെന്റിൽ ലക്ഷ്യമിടുന്നത്. താൽപര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.aai.aero എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനിന്റെ രജിസ്ട്രേഷൻ നടപടികളെ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ജനുവരി 28 അപേക്ഷകർ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഫയർ എന്നീ വിഷയങ്ങളിൽ 3 വർഷത്തെ അംഗീകൃത റെഗുലർ ഡിപ്ലോമയോ 12ാം ക്ലാസ് പാസ്സായവരോ ആയിരിക്കണം. ഇതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 31,000 രൂപ മുതൽ 92,000 രൂപ വരെ ശമ്പളം ലഭിക്കും. 2 ഘട്ടങ്ങളിലെ നടപടിക്രമങ്ങളിലൂടെയാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റാണ് ആദ്യഘട്ടം. ഇതിൽ വിജയിക്കുന്നത് ജനറൽ, EWS, OBC വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 100-ൽ 50 മാർക്കെങ്കിലും സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഇതേസമയം SC, ST ഉദ്യോഗാർത്ഥികൾക്ക് 100-ൽ 40 മാർക്ക് മതി. കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് വിജയിച്ചവർക്ക് 2ാം ഘട്ടത്തിലേക്ക് പ്രവേശനമുണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വിധേയരാകണം. തുടർന്ന് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനയും നടത്തുന്നതാണ്. വൈദ്യപരിശോധനയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റിന് യോഗ്യത നേടുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ലൈറ്റ്, മീഡിയം അല്ലെങ്കിൽ ഹെവി മോട്ടോർ വാഹനങ്ങൾക്കുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുന്നവർ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിലേക്ക് പോകുന്നതാണ്. ഇതിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 5 നിർദ്ദിഷ്ട പരീക്ഷകളിൽ 80 മാർക്ക് നേടിയിരിക്കണം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തെരഞ്ഞെടുക്കാനുള്ള അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നോക്കേണ്ടതാണ്.